ഹലോ, CSS വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കരീബിയൻ റെഡ് എന്ന ഒരു ഹെലിക്കോണിയ പ്ലാന്റാണ്. ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല മനോഹരമാണ് കാണാനായിട്ട്. റെഡ് കളറാണ്, ഡാർക്ക് റെഡ് കളറാണ്. ലോബ്സ്റ്റർ ക്ലോ പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്, ഇതിൻ്റെ ബ്രാക്കറ്റ്സ് വരുന്നത്. പേര് പോലെ തന്നെ ഇതൊരു നേറ്റീവ് ഓഫ് കരീബിയൻ ഐലൻഡ്സ് ആണ്. ഇതിൻ്റെ ഇലകൾ നമ്മുടെ വാഴയില പോലെയാണ്, വളരെ നീളമുള്ള ഇലയാണ്. വാഴയിലയുടെ അത്രയും വീതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്ലാന്റ് ഹൈറ്റ് ഒരു 6 to 7 ഫുട്ടൊക്കെ ഉണ്ടാവും. പാർഷ്യൽ ഷെയ്ഡ് മതി, വലിയ സൺലൈറ്റ് വേണ്ട. ഇത് നമ്മൾ ഒരു 2 ദിവസത്തിലൊരിക്കൽ വെള്ളം ഒഴിച്ചാലും മതിയാവും. മണ്ണിനൊരു ഈർപ്പം ഉണ്ടെങ്കിൽ, മോയ്സ്ചർ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ തണ്ടിൽ ഇത് വെള്ളം ഒരുപാട് ശേഖരിച്ച് വയ്ക്കും. എന്നാലും മണ്ണ് നനവുണ്ടെങ്കിൽ നന്നായിരിക്കും. ഓവർ വാട്ടറിങ് വേണ്ട. ഓവർ വാട്ടറിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. നേറ്റീവ് ഓഫ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി ഇഷ്ടമുള്ള പ്ലാന്റാണ് ഇത്. ഇത് ഫ്ലവർ ചെയ്ത് നല്ല റെഡ് കളറിൽ നിൽക്കും, ഒരുപാട് നാൾ നിൽക്കും. ഒരു 2 വീക്സോളം നിൽക്കും ഈ ഫ്ലവർ ചീത്തയായി തുടങ്ങുമ്പോൾ നമ്മൾ ആ പ്ലാന്റ് താഴെ വെച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോഴേക്കും അടുത്ത ചെടി വന്നിട്ടുണ്ടാവും. നമ്മൾ വീടുകളിൽ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. കാരണം നല്ല ഗ്രീനിഷായിട്ട്, എപ്പോഴും ഗ്രീനിഷായിട്ട് നിൽക്കുകയും നല്ല റെഡ് കളറിലെ ഫ്ലവർ നിറയെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഗ്ഗമാണ് കരീബിയൻ റെഡ് എന്ന് പറയുന്ന ഹെലിക്കോണിയ.